മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് റിയാക്ടിവിറ്റി സീരീസ്. ഈ ചാപ്റ്ററിൽ മാത്രമല്ല മുന്നേയുള്ള ഒരു ചാപ്റ്ററിൽ കൂടെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ റിയാക്ടിവിറ്റി സീരീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മെറ്റൽസ് നന്നായിട്ട് എന്ത് ചെയ്യുന്ന ആളാണ്, റിയാക്ട് ചെയ്യുന്ന ആളാണ്. എന്നാൽ എല്ലാവരും എന്തല്ല ഒരേപോലെ റിയാക്ട് ചെയ്യുന്ന ആളുകളും അല്ല അല്ലെ. സപ്പോസ് വാട്ടർ ആയിട്ടുള്ള റിയാക്ഷനിലാണെങ്കിലും ശരി, എയറുമായിട്ടുള്ള റിയാക്ഷനിലാണെങ്കിലും ശരി, ആസിഡുമായിട്ടുള്ള റിയാക്ഷനിലാണെങ്കിലും ശരി, എല്ലാ മെറ്റൽസും ഒരേപോലെയല്ല എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാ നമ്മുടെ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ച് അവരുടെ റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്തു വരുന്ന ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു സീരീസിനെയാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാ ഈ റിയാക്ടിവിറ്റി സീരീസ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ പൊട്ടാസ്യം ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ പൊട്ടാസ്യം ആണ്. എന്നാൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള, അതായത് റിയാക്ടിവിറ്റി വളരെ 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 കുറഞ്ഞിട്ടുള്ള ആളാണ് ആര്, നമ്മളുടെ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ പൊട്ടാസ്യം മുതൽ ഗോൾഡ് വരെ ഇതാ ഇടയിൽ ഒരുപാട് മെറ്റൽസ് വരുന്നുണ്ട് അല്ലെ. അവരുടെ റിയാക്ടിവിറ്റി ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരുന്ന ഓർഡറിലാണ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ദാ ഈ മെറ്റൽസിനെ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ സീരീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിച്ചു വെക്കേണ്ടതുണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു മെറ്റൽ അല്ലെങ്കിൽ രണ്ട് മെറ്റൽസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, അതിൽ ആർക്കൊക്കെയാണ് റിയാക്ടിവിറ്റി കുറവെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ റിയാക്ടിവിറ്റി സീരീസ് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചില ആളുകൾക്കൊക്കെ യാതൊരു കോഡും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അവരെന്ത് ചെയ്യുക, അതേപോലെ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതേപോലെ ഫോളോ ചെയ്യുക. എന്നാൽ ചില ആളുകൾക്ക് ഈസി ആയിട്ട് ചില ട്രിക്കിലൂടെ ചില കോഡിലൂടെ ഒക്കെ പഠിക്കാൻ ഇഷ്ടമായിരിക്കില്ലേ. അപ്പൊ ഇതാ അങ്ങനത്തെ ഈസി ആയിട്ടുള്ള കുറച്ച് ട്രിക്ക് അല്ലെ, 1-2 ട്രിക്സ് ആണ് മിസ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം അല്ലെ. ആദ്യം നമുക്ക് ഇതിനകത്തുള്ള മെറ്റൽസിനെ ഒന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണ്? മിസ് പറഞ്ഞ പോലെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടാസ്യം ആണ്. നെക്സ്റ്റ് സോഡിയം വരുന്നുണ്ട്, കാൽസ്യം, മെഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയേൺ, നിക്കൽ, ടിൻ, ലെഡ്. അത് കഴിഞ്ഞിട്ടൊരു ഹൈഡ്രജൻ അവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് എന്താണ്? കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാണുന്ന ഹൈഡ്രജൻ എന്തല്ല, അതൊരു മെറ്റൽ അല്ല. അതിനെ എന്തിനാ റിയാക്ടിവിറ്റി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? യെസ്, ഫോർ കമ്പാരിസൺ അല്ലെ. അതിനകത്തുള്ള മെറ്റലിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഹൈഡ്രജനെ റിയാക്ടിവിറ്റി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ നമുക്കറിയാം അല്ലെ, മെറ്റൽ ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത് അല്ലെ, ഹൈഡ്രജൻ ഗ്യാസ് ആണ് റിലീസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതാ ഈ ഹൈഡ്രജന്റെ താഴേക്ക് കാണുന്ന ഈ എലമെന്റ്സ്, നമ്മുടെ ഈ മെറ്റൽസ് ഉണ്ടല്ലോ, അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിന് എന്തിനുള്ള കഴിവില്ല, നമ്മളുടെ ഹൈഡ്രജനെ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള, ഒരു ആസിഡിൽ നിന്ന് നമ്മളുടെ ഹൈഡ്രജനെ ഇങ്ങനെ റിലീസ് ചെയ്യാനുള്ള, അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനെ ഇങ്ങനെ പുറത്തേക്ക് വിടാനുള്ള കഴിവ് ആർക്കില്ല? ഈ ഹൈഡ്രജന്റെ താഴേക്ക് കാണുന്ന മെറ്റൽസിനൊന്നുമില്ല. എന്നാൽ ഹൈഡ്രജന്റെ മുകളിലേക്ക് കാണുന്ന മെറ്റൽസിനൊക്കെ എന്തുണ്ട്? യെസ്, അതിനുള്ള എബിലിറ്റി ഉണ്ട് അല്ലെ. എന്നാൽ അത് എന്തല്ല, ഒരേ റേറ്റിലല്ല. അപ്പൊ ഇതാ അതിന്റെ റിയാക്ടിവിറ്റി ഇങ്ങനെ കൂടുന്ന, നമ്മളിങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്ത് വരും? യെസ്, മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി ഇങ്ങനെ കൂടി 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 വരും. അപ്പൊ ആ ഒരു കമ്പാരിസന് വേണ്ടി മാത്രമാണ് നമ്മളുടെ ഹൈഡ്രജനെ ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഹൈഡ്രജൻ എന്തായത് കൊണ്ടല്ല, ഹൈഡ്രജൻ ഒരു മെറ്റൽ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. സോ ആ കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാ ഇത്രയും നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിലുള്ള ഇത്രയും മെറ്റൽസിനെ എങ്ങനെ ഓർഡറിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് മിസ് പറഞ്ഞു തരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണ്. അതായത് എല്ലാ ഈ കാണുന്ന മെറ്റൽസ് ഉണ്ടല്ലോ, എല്ലാ എലമെന്റ്സും ഉണ്ടല്ലോ, റിയാക്ടിവിറ്റി സീരീസിലുള്ള എല്ലാവരും ഉണ്ടല്ലോ, അവരുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു കോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കോഡ് ഏകദേശം നമുക്ക് എന്താണ്, ഒരു സോങ് ഒക്കെ പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പോലെയൊക്കെ നമുക്ക് തോന്നും. 1-2 തവണ അത് പറഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനൊക്കെ വരുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കണ്ട, ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ കോഡ് അവിടെ എഴുതി വെക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് റിയാക്ടിവിറ്റി സീരീസിന്റെ ഓർഡറിലുള്ള എല്ലാ മെറ്റൽസും നമുക്ക് കിട്ടും. പിന്നെ ഏത് ക്വസ്റ്റ്യൻസ്, എന്തായാലും ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഏത് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മളുടെ ട്രിക്ക് ഇതാണ്. പൂസോകാമ അസീനിറ്റിലെ ഹൈഡ്രജൻ
കോയം സീഗോ. പോസോഗാമ അസിനീട്ടിലെ ഹൈഡ്രജൻ കോയം സീഗോ അല്ലെ. ഒന്നും കൂടെ പറയാം, പോസോഗാമ അസിനീട്ടിലെ ഹൈഡ്രജൻ കോയം സീഗോ. അപ്പൊ ഓരോ ലെറ്ററിനും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് നമ്മളുടെ മെറ്റലിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ്? പോസോഗാമ എന്ന് പറയുന്ന സമയത്ത് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം. ഇനി അസിനീട്ടിലെ എന്ന് പറയുന്ന സമയത്ത് അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ ആൻഡ് ലെഡ് അല്ലെ. പോസോഗാമ അസിനീട്ടിലെ ദെൻ ഒരു ഹൈഡ്രജൻ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് കിട്ടും അല്ലെ. ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇതാ ഇനി വരാൻ പോവാണ്. ആരാണ്? കോയം സീഗോ അല്ലെ. കോപ്പർ, മെർക്കുറി, സിൽവർ ആൻഡ് ഗോൾഡ്. ഓക്കെ, വൺസ് അഗൈൻ നമുക്ക് പറഞ്ഞു നോക്കാം. പോസോഗാമ അസിനീട്ടിലെ ഹൈഡ്രജൻ കോയം സീഗോ. പോസോഗാമ അസിനീട്ടിലെ ഹൈഡ്രജൻ കോയം സീഗോ. അപ്പൊ ഈ ഒരു കാര്യം 1-2 തവണ ഒന്ന് പറഞ്ഞു നോക്കുക, ഒന്ന് എഴുതി നോക്കുക. അതങ്ങ് സെറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ഇത് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു ട്രിക്കും കൂടെ മിസ്സിന്റെ കയ്യിലുണ്ട്. അതൊരു സ്റ്റോറി പോലെ, ഒരു കഥ പോലെ ഓർത്തു വെക്കാനുള്ള ഒരു സംഭവമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കും. അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവണ്ട. ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, ഇവിടെ ഇതാണ്. നമ്മൾ PSC എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. PSC നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സാമിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ PSC എക്സാം എഴുതാൻ പോകുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഇസ് മാസിൻ അല്ലെ. അപ്പൊ PSC എക്സാം എഴുതാനായിട്ട് നമ്മുടെ മാസിൻ എന്ന് പറഞ്ഞ ആള് പോവാണ് കേട്ടോ. അപ്പൊ PSC എക്സാം എഴുതാനായിട്ട് നമ്മുടെ മാസിൻ പോവാണ്. പോകുന്നത് എങ്ങനെയാണ്? അവന്റെ കയ്യില് ഒരു ടിന്നുണ്ട്. ഒരു ടിൻ എന്തുണ്ട്? അവന്റെ കയ്യിലുണ്ട്. ആ ടിന്നിൽ നിറയെ എന്തുണ്ട്? നമ്മളുടെ ലഡു ഉണ്ട് കേട്ടോ. ലഡു, നമ്മുടെ ലെഡിനെ ആലോചിക്കാം. ഓക്കെ, അപ്പൊ ഒരു ടിന്നുണ്ട്. ആ ടിന്നിൽ നിറയെ എന്തുണ്ട്? ലെഡ് ഉണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ എന്തുണ്ട്? കുറെ ഹൈഡ്രജൻ ബലൂണൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഹൈഡ്രജൻ ബലൂണുകളൊക്കെ വാങ്ങിയിട്ട് നമ്മളുടെ മാസിൻ എന്ത് ചെയ്യാണ്? CMS കോളേജിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് എക്സാം ഒക്കെ എഴുതി ഗോൾഡ് മെഡലുമായിട്ട് ആൾ എന്ത് ചെയ്തു? തിരിച്ചു പോയി. അപ്പൊ ഒന്നും കൂടെ ആ കഥ പറഞ്ഞു നോക്കാം അല്ലെ. എന്താണ്? PSC എക്സാം എഴുതാനായിട്ട് നമ്മുടെ മാസിൻ എന്ന് പറയുന്ന ആള്, അയാളുടെ കയ്യില് ടിന്നുണ്ട്. ടിന്നിൽ നിറയെ എന്തുണ്ട്? ലെഡ് ഉണ്ട്. നമ്മുടെ ലഡു ഉണ്ട് എന്ന് ഓർക്കുക. എന്നിട്ട് ഇങ്ങനെ പോകുന്ന വഴിയില് കുറെ ഹൈഡ്രജൻ ബലൂണൊക്കെ കാണുകയാണ്. കുഞ്ഞു മനസ്സാണ്. ഹൈഡ്രജൻ ബലൂണൊക്കെ കാണുന്ന സമയത്ത് അതൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്? CMS കോളേജിലേക്ക് പോവുകയാണ്. ആ കോളേജിൽ നിന്ന് എക്സാം ഒക്കെ എഴുതി ഗോൾഡ് മെഡലൊക്കെ മേടിച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? അവൻ എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. അപ്പൊ ഈ സ്റ്റോറി ആയിട്ട് ഒന്നും കൂടെ ഓർക്കാം നമുക്ക് അല്ലെ. PSC എന്ന് പറയുന്ന സമയത്ത് ആരൊക്കെയാണ്? പൊട്ടാസ്യം, സോഡിയം ആൻഡ് കാൽസ്യം. മാസിൻ എന്ന് പറയുന്ന സമയത്ത് ആരൊക്കെയാണ്? മെഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ ആൻഡ് നിക്കൽ. അയാളുടെ കയ്യിൽ ടിന്നുണ്ട്. ഓക്കെ, ടിന്നിൽ നിറയെ ലഡു ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ലെഡ് ഉണ്ട്. പോകുന്ന വഴിയിൽ ഹൈഡ്രജൻ ബലൂൺ കാണുകയാണ്. CMS കോളേജിലേക്ക് പോവാണ് അല്ലെ. അതായത് എന്താണ്? കോപ്പർ, മെർക്കുറി ആൻഡ് സിൽവർ. ദെൻ എന്ത് ചെയ്യാണ്? വിൻ ചെയ്തിട്ട് ഒരു ഗോൾഡ് മെഡൽ ഒക്കെ ആയിട്ട് നമ്മുടെ ഗോൾഡുമായിട്ട് തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പൊ PSC എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാസിൻ അയാളുടെ കയ്യിൽ ടിന്നുണ്ട്. ടിന്നിൽ നിറയെ ലഡുകളുമായിട്ട് പോകുന്ന സമയത്ത് ഹൈഡ്രജൻ ബലൂണുകൾ കാണുകയാണ്. അതും വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? CMS കോളേജിലേക്ക് പോകുന്നു. അവിടുന്ന് ഗോൾഡ് മെഡലുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇങ്ങനെ ഈ കോഡ് മാത്രം ഓർത്താൽ മതിയാവും. പിന്നെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഈ ഒരു സീരീസ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു കൺഫ്യൂഷൻ നമുക്ക് വരില്ല. ഓക്കെ, അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും ഈ 2 കോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് എന്തായിരുന്നു? പോസോഗാമ അസിനീട്ടിലെ ഹൈഡ്രജൻ കോയം സീഗോ. രണ്ടാമത്തെ എന്ന് പറയുന്നത് PSC എക്സാം എഴുതാനായിട്ട് നമ്മുടെ മാസിൻ കയ്യിലെ ടിന്നുമായിട്ട് അതിനകത്ത് നിറയെ ലഡുകളുമായിട്ട് പോകുന്ന വഴിയിൽ ഹൈഡ്രജൻ ബലൂണുകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ മേടിച്ചിട്ട് CMS കോളേജിൽ എത്തുന്നു. അവിടെ നിന്ന് എക്സാം ഒക്കെ എഴുതിയിട്ട് ഗോൾഡ് മെഡലുമായിട്ട് ആള് തിരിച്ചു പോകുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെയുള്ള കുറെ അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.